മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് തമിഴ്നാട്ടിലെ ഹിന്ദു സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് മതം മാറിയ ഒരു വ്യക്തി മതം മാറി എന്ന കാരണത്താൽ അയാളെ വെടിവെച്ചു കൊന്ന് ആ ക്രിസ്തുമതത്തിനു വേണ്ടി ത്യാഗം വരിച്ചു എന്ന കാരണത്താൽ അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ബിഷപ്പ് മാർ ക്ലെമന്റ് ജോസഫ് ബെനഡിക്റ്റ് 14 ബിഷപ്പ് മാർ ക്ലെമന്റ് ജോസഫ് ബെനഡിക്റ്റ് 14 അഭ്യർത്ഥിച്ച അനുസരിച്ച് നീലകണ്ഠ പിള്ളയായിരുന്ന ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും തമിഴ്നാട്ടിലെ ചില സ്ഥലത്ത് അത് ആഘോഷിക്കുകയുണ്ടായി. ക്രൈസ്തവ സമുദായത്തില് ആരെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചാലും ആരെ പുണ്യവാളനായിട്ട് പ്രഖ്യാപിച്ചാലും ആരെ ആഘോഷങ്ങളിലൂടെ സ്വീകരിച്ചാലും ഇതൊന്നും ഹൈന്ദവ സമൂഹത്തിന് വലിയ വേദനയോ സന്തോഷമോ ഒന്നും ഉണ്ടാക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. അതൊന്നും യൂട്യൂബിലൂടെ ഇങ്ങനെ ഒരു വിവരണമായിട്ട് നൽകേണ്ട ആവശ്യം ഒട്ടുമില്ല. എന്നാലും എനിക്കൊരു വേദന തോന്നിയിരുന്നു. ഞാനിത് കുറെ പ്രഭാഷണങ്ങളിൽ പറയുകയും ചെയ്തു. ഈ നീലകണ്ഠപിള്ള നായർ തറവാട്ടിൽ ജനിച്ച ആളാണ്. അദ്ദേഹം പണ്ടത്തെ സൈന്യത്തിലെ ഒരു പട്ടാളക്കാരനായിരുന്നു. 1757 ജനുവരി മാസം 14 അയാളെ കുറെ പട്ടാളക്കാര് ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊന്നത് എന്ന് പത്രത്തിൽ വന്ന ഒരു ചെറിയ വിവരണത്തിൽ കണ്ടു. ഇവിടെ വളരെ അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഹിന്ദു സമൂഹത്തിനെ അവഹേളിക്കുന്ന ഒന്ന് നടന്നിട്ടുണ്ട്. ഒന്ന് 1757 കാലയളവില് ദക്ഷിണ ഭാരതത്തിലെ ഡച്ചുകാര്, പോർച്ചുഗീസുകാര്, ഫ്രഞ്ചുകാര്, ഇംഗ്ലീഷുകാര് ഈ 4 വിഭാഗത്തിലും പെട്ടവർ ക്രിസ്ത്യാനികളായിരുന്നു. അവര് സാധിക്കുന്നിടത്തോളം മുക്കുവരെയും മറ്റുള്ളവരെയും മതപരിവർത്തനം ചെയ്യുകയും ചെയ്തു. അവരുടെ വിഭാഗത്തിൽ പോർച്ചുഗീസ് വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും ക്രൂരനായ ഒരു കൊലയാളിയായിരുന്നു മിഷണറിയായ ഫ്രാൻസിസ് സേവിയർ. 40,000 ഹിന്ദുക്കളെ കൊന്ന ആളാണ്. മതപരിവർത്തനം ചെയ്യാൻ വിസമ്മതിച്ചതിന് 1400 ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത ആളാണ്. അത് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ പോപ്പിന് എഴുതിയിട്ടുമുണ്ട്. ആ മനുഷ്യനെ പോലും ഇവിടുത്തെ ഹിന്ദുക്കളൊന്നും ചെയ്തില്ല. ആ മനുഷ്യനെ സെയിന്റായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ പോലും ഭാരതീയര് അതിനെതിരെ പ്രതിഷേധിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരു നീലകണ്ഠപിള്ള മതം മാറി എന്ന കാരണത്തില് ഹിന്ദുക്കൾ ഒരിക്കലും ഉപയോഗിക്കാത്ത തോക്ക് ഉപയോഗിച്ച് ഹിന്ദുക്കൾ ഒരിക്കലും ഒരാളെയും മലയുടെ മുകളിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലാറില്ല. അങ്ങനെ കൊന്നു എന്ന് പറഞ്ഞ് ആ നീലകണ്ഠപിള്ള മതം മാറിയതിന് വെടിവെച്ച് കൊന്ന കാരണത്താൽ ക്രിസ്തുമത പ്രചാരണത്തിന് അയാള് രക്തസാക്ഷിയായി എന്ന കാരണത്തിലാണ് ഈ ബെനഡിക്റ്റ് 14 ആ ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പോപ്പിനോട് പറഞ്ഞതനുസരിച്ച് ചെയ്തത്. ആ ബെനഡിക്റ്റ് ബിഷപ്പിനോട്, തിരുമേനി എന്ന് പറയാനൊക്കെ എനിക്ക് വിഷമമുണ്ട്, ആ ബിഷപ്പിനോട് ഞാൻ ഒന്ന് ചോദിക്കാം, ഏത് രാജാവാണ്, എത്ര ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ ഏത് ഹിന്ദു സംഘടനയാണ്
ഈ ദേവസഹായം പിള്ളയെ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊന്നത്. അതല്ല, പട്ടാളക്കാരനായിരുന്ന അദ്ദേഹം അല്ലെങ്കിൽ അയാള് ഈ ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും ഫ്രഞ്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും വേണ്ടി പ്രവർത്തിച്ചപ്പോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികള്, 4 വിഭാഗവും ക്രിസ്ത്യാനികളുടെയാണ്. ഡച്ചുകാർ മുഴുവനും ക്രിസ്ത്യാനികളാണ്, പോർച്ചുഗീസുകാർ മുഴുവനും ക്രിസ്ത്യാനികളാണ്, ഫ്രഞ്ചുകാർ മുഴുവനും ക്രിസ്ത്യാനികളാണ്, ഇംഗ്ലീഷുകാർ മുഴുവനും ക്രിസ്ത്യാനികളാണ്, വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വന്നവര്. ആ ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിച്ച പട്ടാളക്കാരൻ മറ്റേതെങ്കിലും വിഭാഗത്തിന് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ മാത്രമാണ് ഇവര് സാധാരണയായിട്ട് പട്ടാള രീതിയിലുള്ള വധം നടപ്പാക്കുന്നത്, വെടിവെച്ച് കൊല്ലുന്നത്, അതും മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട്. ഒരു രാജാവും തന്റെ കൈകൊണ്ട് തോക്കെടുത്തിട്ടില്ല, ഹിന്ദു രാജാക്കൾ എടുത്തിട്ടില്ല, ഹിന്ദുക്കൾ തോക്ക് ഉണ്ടാക്കാറുമില്ല. അത് 1757 കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇല്ലാത്ത ഒന്ന് ഈ ബിഷപ്പ് ഉണ്ടെന്ന് വരുത്തി തീർത്ത് ആ നീലകണ്ഠപിള്ള എന്ന ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവനായി വാഴിച്ചതിന്റെ പുറകില് തമിഴ്നാട്ടിലെ കന്യാകുമാരി, തിരുനെൽവേലി എന്നീ പ്രദേശങ്ങളിൽ അവശേഷിക്കുന്ന ഹിന്ദുക്കളെ കൂടി മതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള അടവല്ലേ ബിഷപ്പെ ഈ കാണിച്ചത്? നിങ്ങൾ ഹിന്ദുവിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വിഭാഗക്കാരോടൊക്കെ പറയാം, നിങ്ങൾക്ക് വാഴ്ത്തപ്പെട്ടവന്റെ പള്ളിയിലേക്ക് വരാം, അയാൾ ഹിന്ദുവാണ്, അതുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യൻ ദൈവത്തെ അല്ല പ്രാർത്ഥിക്കുന്നത്, ഒരു ഹിന്ദുവിനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളെ, ഹിന്ദുക്കളെ മതം മാറ്റാനുള്ള അടവല്ലേ ബിഷപ്പെ ഈ ലോഹയിട്ട് നിങ്ങൾ കാണിച്ചത് എന്നെനിക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്റെ ചോദ്യത്തിൽ തെറ്റുണ്ടെങ്കിൽ പൊറുക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. കന്യാകുമാരി ജില്ലയെ അടിമുടി ക്രൈസ്തവവൽക്കരിച്ചത് എങ്ങനെയാണെന്ന്, കന്യാകുമാരി എന്ന പേര് പോലും കന്യകാമേരി എന്നാക്കി തീർത്ത് സ്വാമി വിവേകാനന്ദന്റെ റോക്ക് മെമ്മോറിയലില് ഭാരതത്തിന്റെ തെക്കേയറ്റത്ത് പള്ളി തന്നെ വരണമെന്ന് പറഞ്ഞ് രക്തപ്പുഴ ഒഴുക്കിയവരാണ് ഇപ്പൊ കർദിനാൾമാരൊക്കെ ആയിട്ടിരിക്കുന്നതെന്ന് കൂടി മറക്കരുത്. അതുകൊണ്ട് ഏത് കുൽസിത മാർഗത്തിലൂടെയും 2020 ഭാരതത്തിന്റെ ജനസംഖ്യയിൽ 60% ക്രിസ്ത്യാനികളാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ഇന്ത്യൻ പാർലമെന്റ് ബൈബിള് വായിച്ച് സമ്മേളനം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ബിഷപ്പുമാരുടെ കൂട്ടത്തിൽ ഒരു ബിഷപ്പ് ഈ നീലകണ്ഠപിള്ള എന്ന ദേവസഹായം പിള്ളയെ ക്രിസ്ത്യാനികൾ തമ്മിലുള്ള വഴക്കിന്റെ പേരിൽ മലമുകളിൽ കൊണ്ടുപോയി കൊന്നതിന് ക്രിസ്തുമതത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കൂ എന്ന് പറഞ്ഞ് വാഴ്ത്തപ്പെട്ടവനാക്കിയിട്ടുണ്ടെങ്കിൽ ഭാരതത്തിൽ ഇന്നുവരെ നടക്കാത്ത ഒരു നീച പ്രവൃത്തി ഹിന്ദുവിന്റെ തലയിൽ കെട്ടിവെക്കൽ അല്ലേ ഇത് ചെയ്തത്? ഹിന്ദുക്കൾ മതം മാറിയതിന് ആരെയും കൊന്നിട്ടില്ല. ഹിന്ദു ധർമ്മത്തിന്റെ ഉള്ളിൽ നിന്നാണ് ബുദ്ധമതം ഉണ്ടായത്, ഹിന്ദു ധർമ്മത്തിന്റെ ഉള്ളിൽ നിന്നാണ് ജൈനമതം ഉണ്ടായത്, ഹിന്ദു മതത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് സിഖ് മതം ഉണ്ടായത്, ഹിന്ദു മതത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ശാക്തേയം, വൈഷ്ണവം പലതും ഉണ്ടായി. ഒരാൾക്കും ഹിന്ദുക്കളിൽ നിന്ന് ഒരെതിര് നേരിടേണ്ടി വന്നിട്ടില്ല. ജൂതമതത്തിൽ നിന്നാണ് ഇസ്ലാം മതം ഉണ്ടായത്, ജൂതമതത്തിൽ നിന്നാണ് ക്രിസ്തുമതം ഉണ്ടായത്. എന്നിട്ട് ആ ക്രിസ്ത്യാനികളും ആ മുസ്ലിങ്ങളും ആ ജൂതന്മാരും ഒരു ദിവസം പോലും പരസ്പരം കൊല്ലാതിരുന്നിട്ടില്ല. ഏത് മാതൃമതത്തിൽ നിന്നാണോ ഉണ്ടായത് ആ ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാനാ ഇപ്പോഴും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ലോകത്തിൽ എവിടെയും ജീവിക്കുന്നത്. അത് തന്നെയാ പാലസ്തീനിലും ഈജിപ്തിലും ഇപ്പോഴും നടക്കുന്നത്. അത് തന്നെയാണ് പാകിസ്ഥാനിലെ ബോംബുകളിൽ, പള്ളികളില് ഷിയായും സുന്നിയും തമ്മിൽ ബോംബ് വെച്ച് ചാവുന്നത്. ഒരേ പ്രവാചകന്റെ, ഒരേ മെക്കയുടെ, ഒരേ ഖുറാന്റെ ആരാധകര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് കാണാം. ഇന്നലത്തെ പത്രത്തിൽ കോലഞ്ചേരി പള്ളി റിസീവർ ഏറ്റെടുത്തു എന്ന് കണ്ടു. ഒരേ യേശുക്രിസ്തുവിന്റെ, ഒരേ കുരിശിന്റെ, ഒരേ ബൈബിളിന്റെ, ഒരേ യെരുശലേമിന്റെ ആരാധകരാണ് പരസ്പരം കൊല്ലുകയും ചാവുകയും ചെയ്യുന്നത്. ഹിന്ദുക്കൾ ആരെയും കൊന്നിട്ടില്ല ബിഷപ്പ് തിരുമേനി. അങ്ങ് ഈ നീലകണ്ഠപിള്ളയെ ദേവസഹായം പിള്ളയാക്കി വാഴ്ത്തപ്പെട്ടവനാക്കിയതിന്റെ പുറകില് ഹിന്ദുക്കള് ക്രിസ്ത്യാനികളെ മതം മാറിയതിന്, ഹിന്ദു ക്രിസ്ത്യാനിയായിട്ട് മതം മാറിയതിന് ഇവിടെയും കൊലപാതകം നടന്നു എന്ന് വരുത്തി തീർത്ത് ലോകത്തിന്റെ മുമ്പില്
പരമപവിത്രമായ ഹൈന്ദവ സംസ്കാരത്തെയും ഭാരതീയ സംസ്കാരത്തെയും അവഹേളിക്കുക കൂടിയാണ് ചെയ്തത് എന്ന് ഈ ഒരു വീഡിയോ കാണുന്ന ഹൈന്ദവ ജനത തിരിച്ചറിയുന്ന ദിവസമുണ്ടാവും. ഒരുപക്ഷെ ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചപ്പോ ഹിന്ദുക്കളൊന്നും പറഞ്ഞില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് അറിഞ്ഞൂടാ എന്താ സംഭവിച്ചതെന്ന്. ആ ദേവസഹായം പിള്ളയുടെ കയ്യിൽ ചങ്ങല, കാലിൽ ചങ്ങലയിട്ട് അദ്ദേഹം ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഇടതു സൈഡിൽ കുരിശ് വെച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച പള്ളിയിലെ അൾത്താരയിൽ വെച്ചിരിക്കുന്നത്. അതും നിങ്ങളുടെ മനസ്സിനകത്തുള്ള വളരെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതിഫലനം, വേദനയോടുകൂടി ക്രിസ്തുമതം സ്വീകരിച്ച് മരിക്കേണ്ടി വന്ന ആ വ്യക്തി കർത്താവിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു എന്ന് പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത ഹിന്ദുക്കളെ, തമിഴരെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന അനവധി പ്രവൃത്തികളിൽ ഒന്നുകൂടി അല്ലേ ഇത്? ഇത് ഹിന്ദുക്കൾ തിരിച്ചറിയുന്ന ദിവസം ഉണ്ടാവും വളരെ വൈകാതെ. ഇപ്പൊ തന്നെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികള് ഇത് അവിടെ നടക്കുന്ന കുറേ തിന്മകൾ തിരിച്ചറിയുന്നുണ്ട്. അവര് ഭാരതീയ പൈതൃകം പഠിക്കുന്നുണ്ട്. ക്രൈസ്തവര് കേരളത്തിലും ഭാരതത്തിലും ചെയ്യുന്ന കർമ്മങ്ങൾ, നീചകർമ്മങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി സത്യമേവ ജയതേ നാനൃതം എന്ന് പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രത്തിൽ നിന്നുകൊണ്ടാണ് അസത്യവും അധർമ്മവും അനീതിയും അന്യായവും നിങ്ങളും നിങ്ങളെ പോലെയുള്ളവരും ചെയ്യുന്നത് എന്ന് ഗോപാലകൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ഒരു ക്രിസ്ത്യാനിയോടും എതിർപ്പില്ല, ഒരു മുസ്ലിമിനോടും എതിർപ്പില്ല. അവരിൽ ചിലർ മതപരിവർത്തനത്തിന് വേണ്ടി ചെയ്തു കൂട്ടുന്ന തിന്മകൾ ഒരാളെങ്കിലും വിളിച്ചു പറയണം. അതിനുവേണ്ടി ഞാൻ വിളിച്ചു പറയുന്നു. പ്രണാമം, നമസ്കാരം.